എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാടുമുട്ടിയും. നമ്മുടെ നിലവിലത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മുൻപ് പറഞ്ഞ പ്രസ്താവനയാണിത്. അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ ഈ വാക്കുകൾ തിരിഞ്ഞു ഒത്തുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ നിപ്പ കേസ് സ്ഥിരീകരിച്ചു, ഷിഗല്ല കേസുകൾ വർദ്ധിക്കുന്നു, പനിക്കേസുകൾ ഉയരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നിപ്പ കേസുകൾ സ്ഥിരീകരിച്ച കാര്യം പോലും മന്ത്രി അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഷിഗല്ല കേസുകളുടെ എണ്ണം കൂടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പഴയ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നില്ല പ്രചരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിയുടെ നിലപാടിന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് എന്താണ് ഈ മന്ത്രിയുടെ ഇങ്ങനെയുള്ളൊരു വർത്തമാനത്തിന് കാരണം? അത് മുരളീധരൻ്റെ ഈ കാര്യത്തിന് പറയാനുള്ള മറുപടി, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളും അളക്കപ്പെടുന്നു പറഞ്ഞ ആ ഒരു വാചകം തന്നെയാണ്. കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ഈ പ്രസംഗത്തെക്കുറിച്ചേക്കും പറഞ്ഞത്, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞാണ് എൻ്റെ മന്ത്രി കസ്റ്റഡിയിലിരിക്കുമ്പോൾ അത് ബാധകമല്ല എന്നാണ്. അതിപ്പം മുമ്പ് പറഞ്ഞിരുന്ന എല്ലാ പ്രസ്താവനകളും റദ്ദ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം ഇൻഡയറക്റ്റ്ലി സമ്മതിക്കുകയാണ്. ഞാനൊരു കെ മുരളീധരൻ എന്ന ഞാൻ വാക്കിന് ഒരു സ്ഥിരതയില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഇന്നിപ്പോൾ ഇവിടുന്ന് പറയുന്നത് നാളെ മറ്റൊരു വേദിയിലെത്തി പറയുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട എന്നൊരു പ്രസ്താവന കൂടെ അദ്ദേഹം തരുവാണ്. ഇത് ചുരുക്കി പറഞ്ഞാൽ കെ മുരളീധരൻ്റെ ഒരു തെറ്റല്ല നിപ്പ. അത് ഏത് കാലത്തായാലും എല്ലാ കാലത്തായാലും വൈറസ് വരുന്ന രോഗം, അതിനെ ഇനി പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയാൽ മാത്രമേ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റൂ. നിപ്പ ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ശാസ്ത്രീയമായിട്ടെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അയാൾക്കത് അറിയില്ലായിരുന്നു എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ അത് ജനങ്ങളോട് അയാൾ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്നാണ് ഈ വന്ന തെറ്റ്. അന്ന് പറഞ്ഞത് എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും, കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിക്കുമ്പോഴും വവ്വാലുണ്ട്, എന്നിട്ട് എന്താ നിപ്പ വരാതിരുന്നത്? പിണറായിയുടെ തെറ്റായിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വീണ ജോർജിൻ്റെയും പിണറായിയുടെ ഒരു കുറ്റമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എണ്ണം കെട്ടവന്ന പിണറായിനാണോ ഉദ്ദേശിച്ചതെങ്കിൽ ഇപ്പം എണ്ണം കെട്ടവൻ സതീശനാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ തന്നെയാണ് എണ്ണം കെട്ടുപോയത് എന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കാനുള്ള അർഹനാണ്, 100% അർഹനാണ്. ഇതിനു മുമ്പ് കൊറോണ 30 ഡിഗ്രി, എനിക്ക് 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തോന്നുന്നത്, അതിന് മുകളിലേക്ക് ചൂടൊന്ന് കൊറോണ വൈറസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഈ ആരോഗ്യവകുപ്പ് ഇപ്പം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു വ്യക്തിയുടെ കയ്യിൽ തന്നെ കിട്ടിയേക്കുന്നത്. കെ മുരളീധരൻ നേതാവ് നമുക്കറിയാം, അദ്ദേഹം പാർട്ടിക്കുള്ള ഒരു തിരുത്തൽവാദിയായിട്ട്, അല്ലെങ്കിൽ പാർട്ടിക്കുള്ള വിമർശനം ഉയർത്താൻ വരുന്ന നേതാവായിട്ട് പറ്റിയ ഒരാളാണ്. കോൺഗ്രസിനകത്ത് ഏറ്റവും നല്ലൊരു നേതാവായിട്ട് ആ ലെവലിൽ നിൽക്കാൻ വേണ്ടി വരുന്നതാണ്. പാർട്ടി ഒരു സംഘടനാപരമായിട്ട് അദ്ദേഹം നിൽക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ ഭരണപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരം വാദങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഒരു പഞ്ച് ഡയലോഗ് കൊണ്ട് പിടിച്ചിക്കാൻ വരുന്ന പണിയല്ല എന്ന് അദ്ദേഹം ഒരാഴ്ച കൊണ്ടുതന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞൊന്നും ഇതല്ല, അന്ന് കെ മുരളീധരനാണ്, ഇന്ന് മിനിസ്റ്റർ കെ മുരളീധരനാണ്. അത് മറ്റേ മറുകുള്ളവനും മറുകില്ലാത്തവനായി മാറുന്നത്. അയാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാം, പക്ഷേ നാട്ടുകാർക്ക് അത് മനസ്സിലാവും, നാട്ടുകാർ ചിരിക്കുന്നുള്ള സാധനം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും ഈ കെ മുരളീധരൻ ഈ വിഷയങ്ങളിലൊക്കെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അതായത് ഇപ്പോൾ പറയുന്നുണ്ട്, അന്ന് ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ ഞാൻ മന്ത്രിയാണ്, അതായത് ഇപ്പോൾ ഞാൻ പറയുന്നതിന് ഒരു മുൻകൂർ ജാമ്യം. കാരണം ഞാൻ പണ്ട് പറഞ്ഞത് നേരത്തെ ഇനി ഞാൻ പറയുന്നത് മാത്രമേ കാര്യമുള്ളൂ. അതാണ് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം. പിന്നെ ഇപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡിന്റെ കേസിൽ അദ്ദേഹം പറഞ്ഞു, നിപ്പയുടെ കേസിൽ അദ്ദേഹം ഇങ്ങനെ വിവാദ പരാമർശം നടത്തി. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ നിപ്പ കേസിലായാലും ഷിഗല്ല കേസുകളിലാണ് അദ്ദേഹത്തിന് ഇപ്പൊ നിലവിലൊരു ഏകീകരണമൊന്നും അദ്ദേഹത്തിന് സാധ്യമായിട്ടില്ല. കളക്ടർ പറയുന്ന നിപ്പ കേസ് സ്ഥിരീകരിച്ചെന്ന്, മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല. അല്ല, ഇതിലിപ്പോ ഈ ഏകീകരണത്തിന്റെ പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഏകീകരണത്തിന് അല്ല, അന്നത്തെ കാലത്ത് ഇപ്പൊ വീണ ജോർജ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അന്നത്തെ ആരോഗ്യവകുപ്പിനെ ശക്തമായിട്ട് ഇദ്ദേഹം അദ്ദേഹം സിസ്റ്റത്തിനെതിരെ ഭയങ്കര പ്രതികരിച്ചു. ആ സിസ്റ്റത്തിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് പ്രവർത്തിക്കുന്നത്. ആ സിസ്റ്റം തന്നെയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ കോവിഡിന്റെ പ്രോട്ടോകോൾ ആണെങ്കിലും നിപ്പയുടെ കേസിന്റെ പ്രോട്ടോകോൾ ആണെങ്കിലും അത് തന്നെയാണ് നിലവിൽ. അല്ല, ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ പറയുന്ന ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായാലും സൈബർ ബാധിക്കുന്നത് ഇവിടെ എത്തിയതേ ഉള്ളൂ, അധികാരത്തിൽ എത്തിയതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ ടൈം എടുക്കും, അല്ലെങ്കിൽ ഇത് സിസ്റ്റമാറ്റിക്കലി എത്തിക്കാൻ ടൈം എടുക്കുന്നതാണ്. പക്ഷേ നിപ്പ സ്ഥിരീകരിച്ചു എന്ന് അറിയാൻ പറ്റാത്തൊരു മന്ത്രിക്ക് ഇതൊന്നും നടക്കുന്ന കേസെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ അദ്ദേഹം വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് പൂനെയിൽ നിന്ന് നിപ ഫലം സ്ഥിരീകരിച്ച് ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. അതിനുശേഷം കളക്ടർ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, സ്ഥിരീകരിച്ചത്. അതായത് ഉച്ചക്ക് നിപ്പ സ്ഥിരീകരിച്ചതായിട്ട് കൺഫർമേഷൻ വന്നു കഴിഞ്ഞു, റിസൾട്ട് വന്നു കഴിഞ്ഞു. അത് വൈകിട്ടായിട്ട് മന്ത്രി അറിഞ്ഞിട്ടില്ല. അതായത് നിപ്പ പോലുള്ളൊരു കേസ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പ്രധാനപ്പെട്ട സംഭവം വരുന്നു, അതിൻ്റെ പൂനെയിലേക്ക് റിസൾട്ടിന് ഇവിടുന്ന് പരിശോധിച്ചാണ് റിസൾട്ട് ആദ്യം വന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്നു, അവിടുന്ന് റിസൾട്ട് വരുന്നു. അത് വന്നിട്ട് ഉച്ചയ്ക്ക് വന്ന റിസൾട്ട് വൈകിട്ടാകുമ്പോൾ അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ മന്ത്രി എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള സംശയമുണ്ട്. കാരണം അയാൾക്ക് അതുപോലും അറിയാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ വാചകടിയും പഞ്ച് ഡയലോഗും കൊണ്ട് തగ్గടിച്ച് കിടക്കുന്ന പരിപാടിയല്ല ഇതെന്ന് ഒരു ദിവസം കൊണ്ടുതന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇനിയും പലതും തിരിഞ്ഞു കൊത്തും. അന്ന് വച്ച വെടികളെല്ലാം തിരിച്ച് വരാനുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നില്ല. പക്ഷേ അത് എല്ലാ കാലത്തും ഉണ്ടാവും. പണ്ടത്തെ പോലെ അല്ലല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര ആക്റ്റീവായ കാരണമല്ല, എല്ലാം വരും. ഈ എണ്ണംകെട്ട വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർത്തമാനങ്ങളൊക്കെ തിരിച്ചു വരാൻ ചാൻസുണ്ട്. ഈ നിപ്പ കേസിൽ ഇപ്പം ഈ മുരളീധരന്റെ പ്രസ്താവന ഉണ്ടായതിന് പിന്നാലെ തന്നെ സമാനമായി ഈ വിഷയത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിട്ടാണ് കെ ശൈലജ പ്രസ്താവന നടത്തി.
അദ്ദേഹം ഈ വിഷയത്തെ ഒരു വളരെ മികച്ച രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് സർക്കാർ ഭരിച്ചാലും ഈ വൈറസുകൾ ഇവിടെ ഉണ്ടാവും. എനിക്ക് അപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ശൈലജ ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്, ചില വൈറസുകൾ ഇവിടെ ഉണ്ടാവും. അത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ മന്ത്രി ഒരു കാര്യം പറയുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വീണ ജോർജിനെതിരെ വളരെ ശക്തമായി ആക്രമിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനൊപ്പം തന്നെ അദ്ദേഹം അന്നത്തെ സിസ്റ്റത്തെ കുറിച്ച് ആവലാതിപ്പെടുന്നുണ്ട്, സിസ്റ്റത്തെ കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി, നിലവിൽ ആശുപത്രികളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും മാറി സൗകര്യങ്ങൾ കൂടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിമർശിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ മന്ത്രിയും പറയാണ് ഇവിടുത്തെ ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറി സൗകര്യങ്ങളും വർദ്ധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിരുന്ന അദ്ദേഹം പറയാം, ഇപ്പം ഡോക്ടർമാരുടെ ചെറിയ വീഴ്ചകളെടുത്ത് ചൂണ്ടിക്കാട്ടേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും അദ്ദേഹം മലക്കം പറയുന്നുണ്ട്. അദ്ദേഹം പാമ്പ് കടിച്ചൊരു കുട്ടിയുടെ വിദ്യാർത്ഥി പാമ്പ് പിടിച്ചു. അതേപോലെ പാമ്പിനെ അദ്ദേഹം പറഞ്ഞത് പാമ്പിനെ ചവിട്ടിയാൽ തിരിച്ചടിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ആ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കാട് വെട്ടിത്തെളിച്ചപ്പോൾ പാമ്പ് അവിടുന്ന് ഇറങ്ങി വന്ന് ഒരു കാറിന്റെ അടിയിൽ വന്നിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി വന്ന് കാറിന്റെ അവിടെ നിന്ന് വന്നപ്പോൾ പാമ്പിനെ കയറി ചവിട്ടിയതുകൊണ്ട് പാമ്പ് തിരിച്ചു. അതെ. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കായിട്ട് കാർ പാർക്കിങ്ങിന് ഒരു സൗകര്യമുണ്ട് അവിടെ. അങ്ങോട്ടേക്ക് കാറുമായിട്ടാണ് ഈ ഡോക്ടർ വരുന്നത്. അവിടെ കാർ പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ബാക്ക് ഡോറിൽ നിന്ന് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു പോയപ്പോൾ അവിടെ വെച്ചാണ് ഈ കുട്ടിക്ക് പാമ്പ് കടിക്കുന്നത്. അതായത് അങ്ങനെയാണ് സംഭവം. പക്ഷെ മന്ത്രി പറഞ്ഞ എന്താണ്, പാമ്പിനെ ചവിട്ടിയപ്പോൾ പാമ്പ് തിരിച്ച് കടിച്ചു എന്നാണ്. പക്ഷെ അത് അത്രയ്ക്ക് അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് കാട് പിടിച്ച് കിടക്കുന്ന ക്യാമ്പസ് വെട്ടിത്തെളിക്കാൻ വേണ്ടി വെട്ടിത്തെളിക്കുന്നു. കാട് വെട്ടിത്തെളിക്കുമ്പോൾ പാമ്പുകൾ വഴിയിലുള്ള ജീവികളും ഇങ്ങോട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം സെൻസ്, ആ സെൻസ് അവിടെ പ്രവർത്തിച്ചില്ല. അതാണ് പ്രശ്നം. അവിടെയാണ് വീഴ്ച വന്നത്. അത് മന്ത്രിയുടെ വീഴ്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകുന്നു, ഇതിങ്ങോട്ട് വരുന്നു, അതിന് ഒരു മുൻകരുതൽ എടുത്തിട്ടില്ല. അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്. ആ സിസ്റ്റത്തെയാണ് മന്ത്രി വഴിക്കേണ്ടത്. അല്ലാതെ പാമ്പിനെ ചവിട്ടിയ പാമ്പിനെ തിരിച്ചടിക്കില്ലെന്ന് വയ്ക്കുന്നത് ഒരു മുടം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ വെറുതെ എന്തൊക്കെയോ വിടുവായത്തങ്ങൾ പറയുന്ന പോലെ പറഞ്ഞു പോകുന്ന അവസരം മാത്രമാണ്. എനിക്കൊന്നത് കോൺഗ്രസിനുള്ളതെന്ന് കെ മുരളീധരൻ കൊടുത്തൊരു നല്ല പണിയായിട്ടാണ് ഈ വകുപ്പ് കൊടുത്തത്. കാരണം അത്രയും അധികം വിമർശനങ്ങൾ വരാൻ, അല്ലെങ്കിൽ ഏറ്റവും ചോദ്യങ്ങൾ, നമുക്കറിയാം വീണ ജോർജ് ആയാലും കെ ശൈലജയായാലും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട വിമർശിക്കപ്പെട്ട വകുപ്പാണ് ആ വകുപ്പ്. ഇയാൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതും ഈ വകുപ്പുകളെ മന്ത്രിമാരായിരുന്നു നേരത്തെ. അതുകൊണ്ട് തന്നെ എടുത്തത് കൊടുത്താൽ തോന്നുന്നു. ചിലപ്പോഴേ ഈ തగ్గടിച്ച് പിടിച്ച് നിൽക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് സതീശൻ കൊടുത്ത പണിയാണെന്ന് സംശയം. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ എത്ര മികച്ച രീതിയിൽ പ്രവർത്തിച്ചാലും കല്ലേറ് കൊള്ളുന്ന ഒരു വകുപ്പാണെന്ന് അതിപ്പോഴും മനസ്സിലായി. മനസ്സിലാക്കി നന്നായി. അതാണ് ഞാൻ പറഞ്ഞത്. അത് അറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സത്യമാണ്. ഇപ്പൊ എന്തൊക്കെ ഒന്നല്ല, ഒരു ഡോക്ടർ, ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ പിഴവ്, ഡോക്ടർ മനഃപൂർവ്വം പിഴവ് വരുന്ന ആവണമെന്നില്ല. ഒരു ശ്രദ്ധ തെറ്റിപ്പോയാലും അത് മന്ത്രിക്കാണ് അതിന് കുറ്റം വരുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടാണ്. അതിന് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്ന വ്യക്തിയാണ് അന്നത്തെ കോൺഗ്രസ് നേതാവ്. ഇയാളല്ല കേട്ടോ, അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന കെ മുരളീധരൻ. ഇപ്പോഴത്തെ കെ മുരളീധരൻ മന്ത്രിയല്ല, അന്നത്തെ കെ മുരളീധരൻ. ഇപ്പോഴത്തെ മന്ത്രിക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. മന്ത്രി അതുപോലെ അങ്ങനെ കുറ്റം പറയുന്ന ആളല്ല, സിസ്റ്റത്തെ പഴിക്കുന്ന ആളല്ല, സിസ്റ്റത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും പറയുന്നതല്ല. ആശുപത്രി വികസിച്ചിട്ടുണ്ട്, സംസ്ഥാനത്ത് വികസനം ഉണ്ടായെന്ന് പറയുന്നൊരു മന്ത്രി കെ മുരളീധരനാണ്. രണ്ട് വ്യക്തികളാണ്. നമ്മൾ പ്രത്യേകം പറയണം. ഈ നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല. പണ്ട് പറഞ്ഞത് ഏതോ ഒരാള് മറുകില്ലാത്ത മുരളീധരൻ, ഇന്ന് മറുകില്ല മുരളീധരനാണ്. അത് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിലടക്കം ഇപ്പൊ ഷിഗല്ല കേസിലാണെങ്കിലും കോവിഡിന്റെ കേസിലാണെങ്കിലും നിപ്പയുടെ കേസിലൊക്കെ മുൻപ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം മാറ്റി പറയുന്ന ഒരു നിലപാടുണ്ട്. എനിക്കത് തഗ്ഗടിച്ചു അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തഗ്ഗ് വീരൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെയല്ല ഭരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ അതുപോലെ തന്നെ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം എല്ലാ കാര്യത്തിലും ഈ ആരോഗ്യവകുപ്പിന്റെ ഈ ഒരു മാസത്തിനിടയിൽ നടന്ന വീഴ്ചകളിലെല്ലാം, വീഴ്ചകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ട്, ഒരു കാലിൽ പുഴു വരച്ച കേസുകൾ നടന്നിട്ടുണ്ട്, ഒരു ശസ്ത്രക്രിയയിലെ പിഴവ്, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുക്കുക. എല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിൽ വെച്ച് പിടിച്ചു കെട്ടാൻ നോക്കിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ അത് ഈ പറഞ്ഞ ഒരു മാസം കൂടി വേണമെങ്കിൽ പിടിച്ചു കെട്ടെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നത് കാത്തിരുന്ന് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കുറേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരാനുണ്ട്. ഈ 5 വർഷം മരിക്കാനുണ്ടല്ലോ, 5 വർഷം മുരളി ആ കസ്റ്റഡിയിലുണ്ടെങ്കിൽ നമുക്ക് കാണാനുണ്ടല്ലോ. ഈ 5 വർഷവും മുൻ സർക്കാരിനെ പഴിച്ചിട്ട് മഴക്കാല പ്രതിരോധ രോഗങ്ങളെയും അല്ലെങ്കിൽ ഡോക്ടർമാരെയും വീഴ്ചകളെയും പറഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അതെന്തായാലും കെ മുരളീധരനെ കൊണ്ട് നടക്കുന്ന കേസല്ല. അതുകൊണ്ട് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഇത് പറയട്ടെ. പക്ഷേ എണ്ണംകെട്ട വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി അദ്ദേഹം പറയേണ്ടി വരും. ഇങ്ങനെ കടന്ന് ഉരുളേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല.